എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മനസ്സിൽ ദുഃഖം വിചാരിച്ച് ഒരു പൈലിൽ തൊടു അതിവേഗം ദുഃഖം വിട്ട് ഒഴിഞ്ഞ് സന്തോഷമാകും തീർച്ച എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അതിവേഗം തന്നെ വിളക്ക് പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ജീവിതത്തിൽ ഒരു അന്ധകാരം നിങ്ങളിൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വലിയ ദുഃഖവും വലിയ പ്രതിസന്ധിയും തീർച്ചയായിട്ടും ഉണ്ട്. യഥാർത്ഥത്തിൽ അതൊരു വലിയ ദുഃഖം പ്രതിസന്ധിയൊന്നുമല്ല. അതിനേക്കാൾ വലിയ ദുഃഖവും പ്രതിസന്ധിയും അനുഭവിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. പക്ഷെ നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങളെ സംബന്ധിച്ച് അത് വലിയ ദുഃഖം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാനോ, നിങ്ങൾക്ക് മുന്നോട്ട് ചിന്തിക്കുവാനോ, പ്രതീക്ഷിക്കുവാനോ, ചിരിക്കാനോ, മറ്റൊന്നും ചിന്തിക്കാനോ പോലും കഴിയുന്നില്ല. പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല. ചിലർ നിങ്ങളുടെ വീഴ്ച കാണാൻ ആഗ്രഹിക്കുന്നു, അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ചിലർ വിചാരിച്ചിരിക്കുന്നു നിങ്ങൾക്ക് തകർച്ച വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു മേൽഗതി നിങ്ങൾക്കുണ്ടാകില്ല, ഇനി നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകില്ല എന്നിത്യാദി ചിന്തകളൊക്കെ ആയിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന് നിങ്ങളെ സഹായിക്കേണ്ട ചിലർ, നിങ്ങളെ സ്നേഹിക്കേണ്ട ചിലർ നിങ്ങളുടെ ശത്രുവായി മാറുകയും അവർ നിങ്ങൾക്കെതിരെ പല പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളൊരു കുഴിയിൽ വീണാൽ അവിടെ നിന്ന് നിങ്ങളെ രക്ഷിച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ പോലും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും നിങ്ങളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. അത് നിങ്ങളിൽ ഒരുപാട് മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ദുഃഖമായിട്ടത് മാറുന്നുണ്ട്. പക്ഷെ നിങ്ങളിവിടെ ചിന്തിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നിങ്ങളെ ചുറ്റുമ്പോഴും നിങ്ങളുടെ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചത്തിന് വേണ്ടി ഒരു വിളക്കായിട്ട് അത് വരുന്നത്. തീർച്ചയായിട്ടും ആ വിളക്ക് നിങ്ങളിലേക്ക് നീട്ടപ്പെടും. എവിടെയാണോ നിങ്ങൾക്ക് കുറവ് സംഭവിച്ചത്, എവിടെയാണോ നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചത്, ആ തെറ്റ് തിരുത്തപ്പെട്ട് നിങ്ങളുടെ കുറവുകൾ നികത്തി നിങ്ങളെ മികച്ച രീതിയിൽ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടാനില്ല, ഒരു കാരണവശാലും നിങ്ങൾ ദുഃഖിക്കാനില്ല. എല്ലാത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാത്തരം പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുന്ന മനസ്സിൻ്റെ ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. നിരാശയുണ്ട്, നഷ്ടബോധമുണ്ട്, തെറ്റുപറ്റിയെന്നുള്ള ചിന്തയുണ്ട്, കുറ്റബോധമുണ്ട്. ഇനി ആ നല്ല ദിവസങ്ങളിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് സാധിക്കും. ഈശ്വരൻ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് വെളിച്ചമായിട്ട് വരികയാണ്. നിങ്ങളുടെ വീഥികളിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത സഹായവും സംരക്ഷണവും നിങ്ങൾക്ക് ദിശാബോധവും നിങ്ങളുടെ ശക്തി നൽകും. തീർച്ചയായിട്ടും ഉപദ്രവിക്കുന്നവരെയാണ് നിങ്ങൾ ഇതുവരെ കണ്ടതെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നവരെ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി നിലനിർത്തും, നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. മനസ്സിലുള്ള ദുഃഖം അതിവേഗം നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും. അടുത്തതായിട്ട് വെറ്റില താമ്പാലം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ജീവിതത്തിൽ കുടുംബത്തെയും സ്വന്തം വേരുകളെയും മൂല്യങ്ങളെയും പാരമ്പര്യ ദർശനങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. കുടുംബത്തോടുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കുടുംബത്തിലെ ഓരോ അംഗത്തിനും പ്രാധാന്യം നൽകുകയും ഓരോ അംഗത്തെയും പരിഗണിക്കുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ മനസ്സ് നിങ്ങൾക്കുണ്ട്. ആ മനസ്സ് നിങ്ങൾക്കുള്ളത് കൊണ്ട് എല്ലാത്തിനെയും പോസിറ്റീവായിട്ടാണ് നിങ്ങൾ കണ്ടിരുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ മറ്റുള്ള ഒരു തരത്തിലുള്ള മോശം ചിന്താഗതിയോ മറ്റുള്ള തരത്തിലുള്ള മോശം നിലപാടുകളോ സ്വീകരിച്ചിട്ടില്ല.
നേർവഴിയുടെ ഏറ്റവും നേർവഴിയിൽ മാത്രം സഞ്ചരിക്കുകയും ആർക്കും താൻ മൂലം ഒരാപത്തും ഉണ്ടാകരുതെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. ആരിൽ നിന്നും അന്യായമായി ഒന്നും തട്ടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചില്ല. നഷ്ടപ്പെട്ടാലും മനസ്സമാധാനത്തെയാണ് നിങ്ങൾ പുൽകിയത്. മനസ്സമാധാനമാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. എല്ലാത്തിൽ നിന്നും, എല്ലാ തിന്മയിൽ നിന്നും കൃത്യമായ അകലം പാലിച്ച് സൂക്ഷ്മതയോടെ ജീവിച്ചിട്ടും ചില പ്രതിസന്ധികൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ദുഃഖം നിങ്ങളിലുണ്ട്. നിങ്ങളുടെ പ്രതിസന്ധി വളരെ ചെറുതാണ്, പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് അത് വലിയ പ്രതിസന്ധി തന്നെയാണ്. കാരണം നിങ്ങൾ ചെയ്യാത്ത തെറ്റാണ്, അല്ലെങ്കിൽ തെറ്റിനാണ് നിങ്ങൾ ക്രൂശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് വലിയൊരു വിഷമമാണ്. ഞാൻ 1% പോലും തെറ്റ് ചെയ്യാതാവുമ്പോഴും ആളുകൾ എന്നെ ക്രൂശിക്കുകയാണല്ലോ, എന്നെ മോശമാക്കുകയാണെന്നുള്ള ഒരു മനോവിഷമം നിങ്ങൾക്ക് തീർച്ചയായിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കരുതൽ വേണം. അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണം. മാനസികമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കാരണം ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങളെന്നും ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ട് നിങ്ങളെ മോശമാക്കാനും നിങ്ങളെ നാണം കെടുത്താനുമായിട്ട് കുറേ പേർ ശ്രമിക്കുന്നു. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകുന്നുണ്ട്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കാത്തത്, നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി നിങ്ങളെ മോശമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ആളുകൾ പോകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പരാജയം, ഭീതി നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്നു. മാത്രമല്ല, തെറ്റ് ചെയ്തവർ വിജയിക്കുകയും നന്മയെ മുറുകെ പിടിച്ച് നിങ്ങൾ പരാജയപ്പെടുകയാണോ എന്നുള്ളൊരു ചിന്ത നിങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയല്ല, നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അതാണ്. ഈശ്വരൻ നിങ്ങളെ കൃത്യമായി പരീക്ഷിക്കുകയാണ്. നിങ്ങളുടെ നന്മ നിങ്ങൾ ഇതുവരെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ആ നന്മ മുറുകെ പിടിച്ച് തന്നെ മുന്നോട്ട് പോവുക. പരീക്ഷണഘട്ടങ്ങൾക്കപ്പുറത്തേക്ക് വിജയം, അന്തിമ വിജയം നിങ്ങൾക്കായിരിക്കും. ആരെങ്കിലും നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടാവും, ആരെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാവും, ആരെങ്കിലും നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി അല്ലെങ്കിൽ കളിയാക്കുന്നുണ്ടാവും. ഇത്രയേറെ നന്മയെയും സത്യത്തെയും മുറുകെ പിടിച്ചിട്ട് നീ എന്ത് നേടിയെന്ന് നിങ്ങളോട് ചോദിക്കുന്നവരുണ്ടാകാം. അവർ നിങ്ങളെ കളിയാക്കുകയാണ്, നിങ്ങളൊന്നും നേടിയില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ നിലപാടെടുത്തത് അവ നിങ്ങളെ തീർച്ചയായിട്ടും വിജയിപ്പിക്കും. അതിൽ നിങ്ങൾക്കൊരു പരാജയം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ മുറുകെ പിടിച്ച നന്മയുടെ കാവൽക്കാരനാണ് നിങ്ങളുടെ ശക്തി, അല്ലെങ്കിൽ കാവൽക്കാരിയാണ് നിങ്ങളുടെ ശക്തി. നിങ്ങളുടെ ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മനസ്സ് സജ്ജമാക്കി വച്ചിരിക്കുക. വിജയം നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. പരാജയം നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ദുഷ്ടശക്തികൾ ഒരുപക്ഷെ നിങ്ങൾ പരാജയപ്പെടുമെന്ന് നിങ്ങളെ തെറ്റായ ചിന്താഗതിയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ആ ഓർമ്മപ്പെടുത്തൽ കളവാണ്, വ്യാജമാണ്. നിങ്ങൾ വിജയിക്കാനാണ് പോകുന്നത്. നിങ്ങൾ തെറ്റ് ചെയ്യാത്ത നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല. നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും നഷ്ടപ്പെടേണ്ട. പോസിറ്റീവ് എനർജി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക. വിജയം നിങ്ങൾക്കാണ്. അത് നിങ്ങളുടെ അവതാര്യമല്ല, മറ്റാരും നിങ്ങൾക്ക് വെറുതെ തന്നതുമല്ല. നിങ്ങളുടെ നന്മയുടെ പ്രതിഫലമാണ്. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ദുഃഖം വിട്ടൊഴിഞ്ഞ് മാറിയിരിക്കും. അത് നിങ്ങൾ ശക്തിയിൽ വിശ്വസിക്കുക. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.